ഹലോ, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ അഗെയിൻ. നിങ്ങൾ പുതിയ ഒരു ക്ലാസ്സിലേക്ക്, സ്കാം മാനേജ്മെൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ സ്കാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് പുറത്തു നിന്നുള്ള ഒരാൾ നമ്മളെ പറ്റിക്കുകയാണ്, നമ്മളുടെ കമ്പനീൻ്റെ പണം തട്ടിച്ചു കൊണ്ടുപോകുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടക്കുന്നത് ഇൻറ്റേർണൽ സ്കാം എന്ന് പറയും. നമ്മളുടെ കമ്പനീൻ്റെ ഉള്ളിൽ തന്നെ നമ്മളുടെ പാർട്ട്ണർമാർ, സുഹൃത്തുക്കൾ, സ്റ്റാഫുകൾ നമ്മളെ ചതിച്ചിട്ട് കമ്പനിയുടെ പണം തട്ടിയെടുക്കുന്നതിൻ്റെ പേരാണ് ഇൻറ്റേർണൽ സ്കാംസ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ സ്കാംസ് എങ്ങനെയെല്ലാം നടക്കും, അത് എന്തൊക്കെയാണ് അതിൻ്റേതായിട്ടുള്ള ഒരു കോമൺ പാറ്റേണുകൾ, അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു മെയിൻ അവലോകനം. എന്താണ് ഇൻറ്റേർണൽ സ്കാംസ്, എന്തുകൊണ്ടാണ് ഒരു വിശ്വാസം എന്നുള്ളതൊരു ബാധ്യതയായി മാറുന്നത്? ഒരു കണക്ക് പ്രകാരം 82% ഈ തട്ടിപ്പുകളും ഈ സ്കാമുകളും ഇവിടെ ഇൻറ്റേർണലിയാണ് നടന്നിരിക്കുക, ഒരു കമ്പനീൻ്റെ ഉള്ളിൽ തന്നെയാണ് നടക്കുക. 18 മാസം വരെ എടുക്കും ഒരു കാര്യമായിട്ട് എവിടെയാണ് പൈസ നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് പൈസ നഷ്ടപ്പെട്ടത്, നമ്മൾക്ക് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് കമ്പനിയുടെ ഒരു ഓണർ, ഒരു എൻ്റർപ്രീനിയർ മനസ്സിലാക്കിയെടുക്കാൻ തന്നെ. എന്തുകൊണ്ടാണ് ഇൻറ്റേർണൽ സ്കാംസ് കൂടുതൽ പെയിൻഫുൾ ആകുന്നത്? എക്സ്റ്റേണൽ സ്കാംസും ഇൻറ്റേർണൽ സ്കാംസും ഒന്ന് കമ്പയർ ചെയ്യാം. ഫിനാൻഷ്യൽ ലോസ് വളരെ കൂടുതലാണ്. ഇമോഷണൽ ഇമ്പാക്റ്റ് വളരെ നാശകരമായിരിക്കും. നമ്മളുടെ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ടുള്ള പാർട്ട്ണർ നമ്മളെ ചതിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള നമ്മളുടെ മാനേജർ നമ്മളെ ചതിക്കുക എന്നുള്ളത് ഭയങ്കര ഡിവാസ്റ്റേറ്റിംഗ്. ഒരുപാട് സമയം പിടിക്കും നമുക്കതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ. റിക്കവറി ടൈം വളരെ ലോങ്ങർ ആയിരിക്കും, കാരണം ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും, എമൗണ്ട് ഈവൺ ഹയർ ആയിരിക്കും. അതിനേക്കാളിൽ കൂടുതൽ ട്രസ്റ്റ് ഡാമേജ്, നമ്മൾ അവരിൽ വെച്ചിരിക്കുന്ന ട്രസ്റ്റ് ഡാമേജ് ആയതുകൊണ്ട് തന്നെ ഒരു റിക്കവറി ഉണ്ടാക്കാൻ വളരെ സമയമെടുക്കും. ഡിറ്റക്ഷൻ ഡിഫിക്കൾട്ടാണ്. ഡിറ്റക്ഷൻ ഡിഫിക്കൽട്ടി. എക്സ്റ്റേണൽ സ്കാം പിന്നെയും ഈസിയാണ്. അതിൻ്റെ ട്രൈറ്റ്സ് വെച്ച് നോക്കിയിട്ട് നമ്മൾക്ക് ഒരു 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 ഫീലിംഗ് വരും, ഇത് തട്ടിപ്പാണ് എന്നുള്ളത്. നമുക്ക് പുതിയൊരാളെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ ഓവർ ഫ്രണ്ട്ലി ബിഹേവിയറിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവും. ഇൻറ്റേർണൽ സ്കാമിൽ അത് വളരെ ഡിഫിക്കൾട്ടാണ്. റിപ്പീറ്റ് റിസ്ക് അത് കൂടുതലുമാണ്. ഒരു വട്ടം രക്ഷപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള ഒരു കളവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുമാണ്. ആരൊക്കെയാണ് നമുക്ക് ഇൻറ്റേർണലി ചതിക്കുന്നവരെന്ന് നോക്കാം. ഒന്ന്, ബിസിനസ് പാർട്ട്ണർ. നമ്മൾ ജോയിൻറ്റ് കൺട്രോളുള്ള ഒരു ബിസിനസ് പാർട്ട്ണർ നമ്മളുടെ ഈ ബിസിനസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത് എംപ്ലോയീസാണ്. ഒരു പക്ഷേ ഫണ്ട് ട്രാൻസ്ഫറിൻ്റെ റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ പർച്ചേസിൻ്റെ റെസ്പോൺസിബിലിറ്റി, സെയിൽസിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാൾ. അക്കൗണ്ടൻസ്, അത് ഫിനാൻഷ്യൽ ഡാറ്റ മാനിപ്പുലേഷനായിരിക്കും. ഒരുപാട് മാസങ്ങളെടുത്തിട്ടായിരിക്കും ഈ തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടാവുക. ക്ലോസ് അസോസിയേറ്റ്സ്, പേഴ്സണൽ ട്രസ്റ്റ് മിസ്യൂസ്ഡ് ബൈ ബിസിനസ്. നമ്മളുടെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റ്സ്, അത് സ്റ്റാഫാകാം, മാനേജറാകാം, അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനാകാം, ഒരു കൂട്ടുകാരിയാകാം, എന്തും ആകാം. ഫേക്ക് ബിസിനസ് പാർട്ട്ണർ സ്കാം ഒന്നാമത്തത്. നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, ഞാനൊരു ഇൻവെസ്റ്ററാണ്, അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് ഇതാവാം, ഞാൻ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മാർക്കറ്റ് ഇതാവാം എന്നുള്ള ഒരു മാർക്കറ്റ് നിങ്ങൾ വലുതാക്കി തരാം. പ്രോമിസ് ചെയ്യുന്ന ഒരു ക്യാപിറ്റൽ പ്രോമിസ് ചെയ്യും, മാർക്കറ്റ് ആക്സസ് ആൻഡ് ബിസിനസ് ഗ്രോത്ത്. പുതിയ ഒരു സെക്ടറിലേക്ക്, അല്ലെങ്കിൽ പുതിയ ഒരു ഡിസ്ട്രിക്റ്റിലേക്കോ, അല്ലെങ്കിൽ പുതിയൊരു ടൗണിലേക്കോ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യും. അതോടുകൂടി തന്നെ ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. പതുക്കെ പതുക്കെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റോടുകൂടി തന്നെ ബാങ്ക് ആക്സസ് കിട്ടുന്നു, ഓപ്പറേഷണൽ പവർ കിട്ടുന്നു, കീ ഡോക്യുമെൻറ്റ്സ് കിട്ടുന്നു. അതോടുകൂടി ഇയാൾ പണം തട്ടിയെടുക്കാൻ തുടങ്ങുന്നു. മണി അല്ലെങ്കിൽ അസറ്റ്സ് പതുക്കെ ഡിസപ്പിയർ ആയിക്കൊണ്ടിരിക്കുന്നു. പാർട്ട്ണർ ബിക്കം അൺറീച്ചബിൾ. അതൊരു ദിവസം പാർട്ട്ണർ ഉണ്ടാവില്ല.
ഏറ്റവും ഒരു കോമഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു പാർട്ട്ണറെ ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരു പങ്കെടുക്കാറുണ്ട്. എൻ്റെ കമ്പനിയല്ല, വേറൊരു കമ്പനിയിൽ. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയാൾ ഒരു ചെറിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വന്നു. ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നിട്ട് അവർക്ക് വിസ അടിച്ചു, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. അതിനുശേഷം പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ അയാൾ പറയുന്നത്, ആദ്യം ബിസിനസ് വരട്ടെ, ബിസിനസ് വന്നതിന് ശേഷം ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്യണം. സ്വാഭാവികമായിട്ടും പുതിയ മാർക്കറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ പണം ഇൻവെസ്റ്റ് ചെയ്യണമല്ലോ. ആ പണം ഇൻവെസ്റ്റ് ചെയ്യാനും തയ്യാറല്ല, എന്നാലോ കമ്പനിയിൽ നിന്ന് വിട്ടുപോകാനും തയ്യാറല്ല. കമ്പനി അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ഇത്ര ഒരു പണം ഞങ്ങൾ തരാം, നിങ്ങൾ മാറിത്താൽ എന്നാലല്ലേ എനിക്കൊരു പുതിയൊരു പാർട്ട്ണർ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനും അയാൾ കൂട്ടാക്കാൻ തയ്യാറായിരുന്നില്ല, വിസ ക്യാൻസൽ ചെയ്യാനും തയ്യാറാകുന്നില്ല. എസ്പെഷ്യലി GCC കൺട്രീസിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിസ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ട്രസ്റ്റിൻ്റെ പുറത്ത് മാത്രം ഒരു പാർട്ട്ണറെ നിങ്ങളുടെ കമ്പനിയിൽ എടുക്കുമ്പോൾ 4 വട്ടം നിങ്ങൾ ആലോചിക്കണം. ഏറ്റവും റെഡ് ഫ്ലാഗ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോ റിട്ടേൺ അഗ്രിമെൻറ്റ്. ഒരു റിട്ടേൺ ആയിട്ടുള്ള അഗ്രിമെൻറ്റുമില്ല, ജസ്റ്റ് പേപ്പർ വർക്കൊന്നും ഉണ്ടാവില്ല, വെറും ഒരു വെർബലായിട്ടുള്ള ഒരു ഇതിലായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിൽസിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അവർ ട്രാൻസ്പെറൻസി പുഷസ് ഫോർ ക്വിക്ക് ഡിസിഷൻ. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടും പുഷ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ഞാനും പോകും, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ പറയുക. ഒന്നില്ലെങ്കിൽ ഞാൻ പോകും, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ബാങ്കിൻ്റെ പാസ്വേഡ് തരണം. അങ്ങനെ ഉള്ള സ്വാഭാവികമായിട്ടും ഒരു 50% പാർട്ട്ണർഷിപ്പ് പ്രോമിസ് ചെയ്യുന്ന ആൾക്ക് ബാങ്കിൻ്റെ പാസ്വേഡ് കൊടുക്കാൻ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ട്ണർ നിർബന്ധമാകും. ഹൗ ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. എങ്ങനെയാണ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല? പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് ഈസ് മാൻഡേറ്ററി. എപ്പോഴും നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ചെയ്യുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ് വയ്ക്കുക, അത് മാൻഡേറ്ററി ആയിരിക്കണം. ക്ലിയർ റോൾസ് ഓഫ് പ്രോഫിറ്റ് ഷെയറിങ് എപ്പോഴും ക്ലിയർ ആകുക. എന്താണ് റോള്, അയാളുടെ വരുന്ന റോള് മാർക്കറ്റിംഗ് ആണോ, റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടൻസി ആണോ, അല്ലെങ്കിൽ പർച്ചേസ് ആണോ, അല്ലെങ്കിൽ എന്താണ് അയാൾ ചെയ്യാൻ പോകുന്ന ഡ്യൂട്ടി, അല്ലെങ്കിൽ സൈലൻറ്റ് പാർട്ട്ണറാണോ, ജസ്റ്റ് ഇൻവെസ്റ്റർ മാത്രമാണോ എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതി വാങ്ങിക്കുക. ലിമിറ്റഡ് ആക്സസ് ഇനീഷ്യലി ചെറിയ ആക്സസ് മാത്രം കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ചെയ്യുക. ഇതിനു മുമ്പ് ഇതേപോലുള്ള എന്തെങ്കിലും സ്കാമിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അയാളുടെ അഡ്രസ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രീവിയസ് വർക്ക് ചെയ്ത കമ്പനിയിലെ സ്റ്റാഫിൻ്റെ അടുത്തോ കാര്യങ്ങളുടെ അടുത്തോ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത് എപ്പോഴും ഉത്തമമായിരിക്കും. 2, 3 എംപ്ലോയി ഫ്രോഡ്, അക്കൗണ്ടിങ് മാനിപ്പുലേഷൻ. ഇത് രണ്ടെണ്ണം നോക്കാം. എംപ്ലോയി ഫ്രോഡ്, ക്യാഷ് കളക്ഷൻ സ്കീമിങ്. ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു തട്ടിപ്പാണ്. ക്യാഷ് കളക്ഷൻ വരുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഇൻവോയ്സ് കൊടുക്കാണ്ടിരിക്കുക, ഇൻവോയ്സ് റെസിപ്റ്റ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫേക്കായിട്ടുള്ള റെസിപ്റ്റ് കൊടുക്കുക. ഫേക്കായിട്ടുള്ള റെസിപ്റ്റ് കൊടുത്തിട്ട് പണം തട്ടിയെടുക്കുക. ഇത് ക്യാഷ് കളക്ഷൻ സ്കീമിങ്ങിൻ്റെ ഒരു നേച്ചറാണ്. അതല്ലെങ്കിലും വേറൊന്ന് ഇൻവെൻട്രി റെക്കോർഡ് മാനിപ്പുലേഷൻ. ഇത് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അധികം കണ്ടുവരുന്നത്. പർച്ചേസിങ്ങിൽ ഫേക്കായിട്ടുള്ള പർച്ചേസ് ഉണ്ടാവുക. കമ്പ്യൂട്ടറിൽ ഇൻവെൻട്രി ഉണ്ടാകും, ഫിസിക്കലി സ്റ്റോക്ക് ഉണ്ടാവില്ല. വെണ്ടർ പേയ്മെൻറ്റ് ഡിവേർഷൻ. വെണ്ടറിൻ്റെ പേയ്മെൻറ്റ് ഡിവേർഷൻ ചെയ്യുക. ഇതിലെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണം, നിങ്ങളുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കുറച്ച് ക്രൂക്കഡായിട്ടുള്ള ഒരു സ്റ്റാഫ് ഉണ്ടെന്ന് കരുതാം. ഇത് ഒരു തരം ഇൻറ്റേർണൽ സ്കാമാണ്. ഞാൻ ഒരു 3 കമ്പനിയുടെ കൊട്ടേഷൻ എടുക്കും. അതിൽ 3 കമ്പനിയും ഇങ്ങേർക്ക് താല്പര്യമുള്ള കമ്പനി തന്നെയായിരിക്കും. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കമ്മീഷൻ ഉണ്ടാവും. ഒരു 100 രൂപയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് കോസ്റ്റ് എങ്കിൽ 130 ആഡ് ചെയ്യാൻ പറയും. മറ്റ് കമ്പനികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150, 170 ആയിരിക്കും. ഈ ഒരു 3 കമ്പനികൾക്ക് മാത്രമേ എല്ലാ കൊട്ടേഷനും കിട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഇയാൾ ഏതൊക്കെയാണ് ഒരു ടെൻഡർ വിളിക്കുന്ന സമയത്ത് ആ ടെൻഡറിലുള്ള സംഖ്യ നേരത്തെ ഈ 3 കമ്പനികൾക്ക് ലിസ്റ്റ് ചെയ്തിരിക്കും. ഈ 1, 2, 3 കമ്പനി ഇങ്ങനെ
ഓരോ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞും എല്ലാം കോൺട്രാക്റ്റുകൾ പോയിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു കമ്മീഷൻ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അടുത്തത് ഗോസ്റ്റ് എംപ്ലോയി പേറോൾ. എംപ്ലോയി റിസൈൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഒരു എംപ്ലോയിനെ എടുത്തിട്ടേ ഉണ്ടാവില്ല. ഇവർക്ക് കൺട്രോളുള്ള അക്കൗണ്ടിലേക്ക് ആ ഫണ്ട് എപ്പോഴും ട്രാൻസ്ഫർ ആയിക്കൊണ്ടേയിരിക്കും. ഫിസിക്കലി അങ്ങനെ ഒരു എംപ്ലോയിയെ ഉണ്ടാവില്ല. റെഡ് ഫ്ലാഗ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ബിയോണ്ട് സാലറി. നമ്മളെപ്പോഴും ഒരു നോട്ടീസ് ചെയ്യുക. അപ്പോൾ ഒരു 1,00,000 രൂപ സാലറി കിട്ടുന്ന ഒരാൾ 5 ലക്ഷം രൂപ സാലറി കിട്ടുന്നത് പോലെ ബിഹേവ് ചെയ്യുക, അതുപോലുള്ള ജ്വല്ലറി, വണ്ടി, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എല്ലാം അങ്ങനത്തെ ഉള്ള ലൈഫ് സ്റ്റൈൽ ഇതാക്കുക. ഓഫ് കോഴ്സ് നമ്മൾക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും, മറ്റേ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മനസ്സിലാവും. അത് കാണുമ്പോൾ എപ്പോഴും അലാമിങ് ആയിരിക്കുക. റെസിസ്റ്റൻസ് ടു ഓഡിറ്റ് ചെയ്യാൻ എന്തെങ്കിലും വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഒഴിവുകൾ പറഞ്ഞിട്ട് ഒരിക്കലും ഓഡിറ്റ് ചെയ്യാൻ അനുവദിക്കാണ്ടിരിക്കുക. എപ്പോഴും സിംഗിൾ പേഴ്സൺ കൺട്രോളായിരിക്കും. പർച്ചേസ് ചെയ്യുന്നതും ഒരാൾ തന്നെ, പേയ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്നതും ഒരാൾ തന്നെ. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസാണ് സ്കാമിനുള്ളത്. അക്കൗണ്ടിങ് മാനിപ്പുലേഷൻ, ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെൻറ്റ്സ്. അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്ത് എന്തെല്ലാം ഫ്രോഡുകൾ ഒക്കർ ചെയ്യുമെന്ന് നോക്കുക. ഒന്ന്, ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെൻറ്റ്സ്. ഒരേ പേയ്മെൻറ്റ് തന്നെ 2 അതിൽ 3 അധികം തവണയോ കൊടുത്തതായിട്ട് സിസ്റ്റത്തിൽ കാണിക്കും. മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ് ഇൻവോയ്സ് ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അത് സബ്മിറ്റ് ചെയ്യാണ്ടിരിക്കുക. അല്ലെങ്കിൽ കൊട്ടേഷൻ ആണെങ്കിൽ മറ്റേ ഇവർക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് പേയ്മെൻറ്റുകൾ കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സുകൾ പലതും മിസ്സിങ് ആവുക. വെണ്ടർ എപ്പോഴും കൊലൂഷൻ ആയിക്കൊണ്ടിരിക്കുക. ഇൻഫ്ലേറ്റഡ് എക്സ്പെൻസസ്, ഫേക്ക് ഇൻവോയ്സസ്. ഇതൊക്കെയാണ് അക്കൗണ്ടിങ്ങിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരുന്ന തട്ടിപ്പുകൾ. നമ്മൾക്ക് അക്കൗണ്ടിങ് മാനിപ്പുലേഷൻ ആണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെൻറ്റ് തന്നെ കൊടുത്തത് തന്നെ 2 വട്ടം കൊടുത്തതായിട്ട് കാണിച്ചിട്ട് ആ ഡിഫറൻസ് എമൗണ്ട്, എസ്പെഷ്യലി ക്യാഷ് പേയ്മെൻറ്റിലാണ് ഇങ്ങനെയുള്ള തട്ടിപ്പ് നടക്കുന്നത്. മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ്, ഒറിജിനൽ രേഖകൾ എപ്പോഴും മിസ്സാകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്കാം ആവാൻ ചാൻസ് ഉണ്ട്. വെണ്ടർ കൊലൂഷൻ, വെണ്ടറുമായിട്ട് ഓൾറെഡി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലെത്തിയിട്ട് അവർക്ക് കിട്ടുന്ന ഒരു പേയ്മെൻറ്റിൽ നിന്ന് അതിനും കൂട്ടിയിട്ടിട്ട് ആ ഡിഫറൻസ് എമൗണ്ട് ഒരു കമ്മീഷനായിട്ട് വാങ്ങുന്ന ഒരു തരം തട്ടിപ്പാണ്. ഇൻഫ്ലേറ്റഡ് എക്സ്പെൻസസ്, 100 രൂപയാണ് എക്സ്പെൻസസ് എങ്കിൽ 150 രൂപ ചാർജ് ആക്കിയിട്ട് കാണിക്കുന്ന ഫേക്ക് ഇൻവോയ്സസ് ഫേക്കായിട്ട് ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അധികവും PDF ഇൻവോയ്സുകളാണ്. PDF ഇൻവോയ്സ് എഡിറ്റ് ചെയ്യാൻ വളരെ സുഖമാണ്. അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കുക. എസ്പെഷ്യലി ഇതൊക്കെയാണ് അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന സാധാരണഗതിയിൽ കാണുന്ന തട്ടിപ്പുകൾ. എപ്പോഴും അലേർട്ട് കഴിക്കേണ്ടത്, നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കോംപ്ലക്റ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിരിക്കും അവർ തരിക. റിപ്പോർട്ടിങ് നമ്മൾ ചോദിക്കുമ്പോൾ ഉടനെ തരില്ല, അത് ഡിലേ ആയിരിക്കും. സോറി, ഞാൻ ബിസി ആയിരുന്നു, ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരുപാട് വർക്കുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ തട്ടി നീക്കിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും റിപ്പോർട്ടുകൾ ഡയറക്റ്റ് തരില്ല. മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ്, സപ്പോർട്ടീവ് ഡോക്യുമെൻറ്റ്സ് എപ്പോഴും ഉണ്ടാവില്ല. എസ്പെഷ്യലി ഡ്യൂപ്ലിക്കേറ്റ് പേയ്മെൻറ്റ്സിനാണെന്നുണ്ടെങ്കിൽ എവിടെ ഡോക്യുമെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ഒരു ഇൻവോയ്സേ ഉണ്ടാവുള്ളൂ, മറ്റത് ഉണ്ടാവില്ല. ട്രസ്റ്റ് ബേസ്ഡ് ചീറ്റിംഗ് ആൻഡ് സൈക്കോളജിക്കൽ ട്രാപ്സ്. ഹൗ ക്ലോസ് വോൺസ് ചീറ്റ്. 1, ദ ബോറോസ് മണി. ഇത് അധികം പാർട്ട്ണർമാരിൽ അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള സ്റ്റാഫ് എന്നായിരിക്കും വരും. അവർ പണം കടം വാങ്ങും. ഇത് മാത്രം പിന്നെ ഞാൻ ഒരു അടുത്ത മാസം കടം വയ്ക്കാമെന്ന് പറയും പാർട്ട്ണർമാർ. ആ ഒരു പണം പിന്നീട് തരില്ലുണ്ടാവില്ല. ദേ യൂസ് ബിസിനസ് ഫണ്ട്സ്. പാർട്ട്ണർമാർ ബിസിനസ് ഫണ്ട്സുകൾ അധികം തിരിമറി കാണിക്കും.
അതും അല്ലെങ്കിൽ സ്റ്റാഫ്, നമ്മളൊരു കട തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കടയിൽ എപ്പോഴും പെറ്റി ക്യാഷ് ഉണ്ടാവും. പെറ്റി ക്യാഷ് അവരുടെ പേഴ്സണൽ ATM പോലെ അവർ യൂസ് ചെയ്യും. ദേ മേക്ക് പ്രോമിസസ്, സെർവ് യുവർ ഫാമിലി വിൽ ജസ്റ്റ്, ദിസ് ഈസ് ടെമ്പററി, ഞങ്ങൾ അടുത്ത് തന്നെ മേടിച്ച പണം തിരിച്ചു തരാൻ പറ്റും. ബൗണ്ടറീസ് ബ്ലർ, ബിസിനസ്, ഫിനാൻസ് ആൻഡ് പേഴ്സണൽ നീഡ്സ് മർജ്. ഒരു പാർട്ട്ണർ ബിസിനസ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസയും ഇതിന് പേഴ്സണൽ നീഡ്സിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത പൈസയും തമ്മിൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ലോസ് ബിക്കെയിംസ് പെർമനൻറ്റ്. എപ്പോഴും പാർട്ട്ണർ ഒരു പണം തട്ടിയെടുത്തു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് അധിക ഘട്ടങ്ങളിലും അത് നഷ്ടം പെർമനൻ്റ് ആയിരിക്കും. ചില ഫ്രൈസസുകൾ ലക്ഷങ്ങൾ കോസ്റ്റ് ചെയ്യും. ഒന്ന്, ഹീസ് ലൈക്ക് ഫാമിലി ടു മീ. അത് സ്റ്റാഫാവാം, പാർട്ട്ണറാകാം. ഇങ്ങനെയുള്ള ഒരു വാക്ക് തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആണ്. വി ട്രസ്റ്റ് ഈച്ച് അതർ കംപ്ലീറ്റ്ലി. ഇതാണ് അടുത്തൊരു വാക്ക്. ഞങ്ങൾ വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുന്ന ഒന്ന്. നോ നീഡ് പേപ്പർ വർക്ക് ചെയ്യുക. ഇതൊക്കെ ചെറിയ പിറ്റി എമൗണ്ട് അല്ലേ, ഇതിനൊന്നും ഞങ്ങൾ പേപ്പർ വർക്കിൻ്റെ ആവശ്യമില്ല, ഇത് തന്നെ ഞാൻ അടുത്ത മാസം തിരിച്ചു വയ്ക്കും. ഹി ഹാസ് ബീൻ വിത്ത് അസ് ഫോർ ഇയേഴ്സ്. ഞങ്ങളുടെ അടുത്ത് വർഷങ്ങളായിട്ടുള്ളതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒരിടത്ത് ഒരു മാനേജർ ഒരു സ്റ്റാഫായിട്ട് പർച്ചേസിങ് അക്കൗണ്ട്സ് രണ്ടെണ്ണം ആണെങ്കിലും തന്നെ കോമ്പിനേഷൻ വന്നു കഴിഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ആണ്. അതുമല്ലെങ്കിൽ സെയിൽസ്മാന് ഇൻവെൻട്രി സെല് ചെയ്തിട്ടുണ്ടാവും, സ്റ്റാഫിൽ കാണില്ല. എന്താണ് ഒറിജിനൽ പ്രോഡക്റ്റ് അവിടെ കാണില്ല, അതിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റോ അവിടെ തിരികിയിട്ടുണ്ടാവും. അതും അല്ലെങ്കിൽ ഇത് ഓഡിറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ട്. അവസാനം ഏതെങ്കിലും ഒരു കാലത്തായിരിക്കും ഓഡിറ്റ് ചെയ്യണ സമയത്ത്, വർഷത്തിൽ 1-2 തവണയായിരിക്കും ഓഡിറ്റ് ചെയ്യണ സമയത്താണ് ഷോർട്ടേജ് വരുന്നത്. അത് തെഫ്റ്റായിട്ട് എഴുതി തള്ളുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ എഴുതി തള്ളുന്ന കേസുകളുള്ള എന്ന് പറയാം, മാനേജർമാരും സ്റ്റാഫും തമ്മിൽ അഡ്ജസ്റ്റ് ആയി കഴിഞ്ഞാൽ അവർ പറയുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ഞാൻ തൽക്കാലം തിരിമറി ചെയ്യുന്നതാണ്, ഞാൻ എൻ്റെ അടുത്ത് പൈസ കിട്ടിയ ഉടനെ തന്നെ ഞാനിത് തിരിച്ചു വയ്ക്കും. ഒന്നില്ലെങ്കിൽ ഗുഡ്സ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഞാൻ ഇത് സെയിൽ പോലെ കാണിച്ചിട്ട് ആ പണം തിരികെ വയ്ക്കും. ഒരിക്കലും അത് തിരികെ വയ്ക്കലുണ്ടാവില്ല. ട്രസ്റ്റ് വിത്തൗട്ട് വെരിഫിക്കേഷൻ ഈസ് ഇൻ ലോയാലിറ്റി. നമ്മൾ ഒരാൾ വെരിഫൈ ചെയ്യാണ്ട് അയാളുടെ അന്ധമായിട്ട് വിശ്വസിക്കുന്നതിൻ്റെ പേര് ലോയാലിറ്റി എന്നല്ല. ഇറ്റ്സ് എൻ ഓപ്പൺ ഇൻവിറ്റേഷൻ ടു ഫ്രോഡ്. നമ്മൾ തന്നെ സ്വയം ഒരാളെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്തൊക്കെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ ചെക്ക് ലിസ്റ്റ് വേണ്ടത്, അല്ലെങ്കിൽ കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ് ഉണ്ടാവുക? 1, യുവർ ബിസിനസ് പ്രൊട്ടക്ഷൻ ചെക്ക് ലിസ്റ്റ്. 1, റിട്ടേൺ അഗ്രിമെൻറ്റ് ഓൺ ഓൾ പാർട്ട്ണർഷിപ്പ്. 2, ക്ലിയർ റോൾ ഡെഫിനിഷൻ വിത്ത് ബൗണ്ടറീസ്. എന്താണ് ഈ പാർട്ട്ണർ ചെയ്യാൻ പോകുന്നത് നേരത്തെ എഴുതി വയ്ക്കുക. ലിമിറ്റഡ് ആക്സസ് റൈറ്റ്സ്. ഒരാൾക്ക് തന്നെ എല്ലാ ആക്സസും കൊടുക്കാണ്ടിരിക്കുക. പർച്ചേസ് ഒരാൾ ചെയ്യുകയാണെങ്കിൽ വേറൊരിടത്ത ആൾ പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നത് വേറൊരാളായിരിക്കണം. മന്ത്ലി ഫിനാൻഷ്യൽ റിവ്യൂ വിത്ത് ഓണർ. എപ്പോഴും മന്ത്ലി ഫിനാൻഷ്യൽ റിവ്യൂ നടത്തിക്കൊണ്ടിരിക്കണം. സെഗ്രിഗേഷൻ ഡ്യൂട്ടീസ് ഇൻ പേയ്മെൻറ്റ്സ്. ഡ്യൂട്ടീസ് എപ്പോഴും സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പീരിയോഡിക് ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റ്സ്. അത് 6 മാസത്തിലോ 3 മാസത്തിലോ നിങ്ങളുടെ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞാൽ ആ ഓഡിറ്റ് പീരീഡ് എക്സ്റ്റേണൽ ഓഡിറ്ററെ കൊണ്ട് തന്നെ ചെയ്യിക്കണം. റൊട്ടേഷൻ ഓഫ് കീ റെസ്പോൺസിബിലിറ്റീസ്. പർച്ചേസിലുള്ളവരെ ഇടയ്ക്ക് വേറൊരു ഭാഗത്തും അല്ലെങ്കിൽ അക്കൗണ്ട്സിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ തന്നെ സ്റ്റാഫിൻ്റെ റെസ്പോൺസിബിലിറ്റി മാറ്റി മറിച്ച് വിടണം. ഒരാൾ തന്നെ ഒരു വർഷത്തിൽ കൂടുതലോ 2 വർഷത്തിൽ കൂടുതൽ ഈ റോള് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ അപകടമാണ്. ട്രാൻസ്പെറൻസി കൾച്ചർ. നോ സിംഗിൾ ഗേറ്റ് കീപ്പർ. എല്ലാം ഒരാൾ തന്നെ ചെയ്യാന്നുള്ള ഒരു സിസ്റ്റം നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും. എന്തൊക്കെയാണ് ഒരു മിസ്റ്റേക്ക്, നമ്മളുടെ സ്വന്തം മിസ്റ്റേക്കുകൾ, ഒരു ഫ്രോഡ് നടത്താൻ അതെല്ലാം ഒരു ചാൻസ് ഉണ്ട്. ബ്ലൈൻഡ് ട്രസ്റ്റ് വിത്തൗട്ട് വെരിഫിക്കേഷൻ. ഒരാളിനെ വെരിഫൈ ചെയ്യാണ്ട് ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യാണ്ടിരിക്കാം. ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു ഡയമണ്ട് ജ്വല്ലറിയിൽ ഒരു മാനേജർ ജോയിൻ ചെയ്തു. ആ മാനേജർ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു വലിയൊരു സംഖ്യ ആ ജ്വല്ലറിയിൽ നിന്ന് മോഷ്ടിച്ചു.
ഞാൻ സെയിൽ കാണിക്കുന്നില്ല, സംഖ്യ ഡ്യൂപ്ലിക്കേറ്റ് ഇൻവോയ്സ് കൊടുത്തിട്ട് ആ സംഖ്യ മോഷ്ടിച്ചു. അതേപോലെ തന്നെ വലിയ ഗോൾഡ് ചെയിനിന് പകരം ഫേക്കായിട്ടുള്ള പ്രൊഡക്റ്റ് അവിടെ റീപ്ലേസ് ചെയ്തു. അങ്ങനെ പലതരത്തിലും അയാൾ വലിയൊരു പണം തട്ടിച്ചു. അന്നത്തെ കാലത്ത് തന്നെ 1.5 മില്യൺ അഗെയിൻസ്റ്റ് 1.5 മില്യണോളം. അപ്പോൾ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതിന് മുമ്പുള്ള കമ്പനികളിലും ഇയാൾ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കിയതാണ്. നമ്മളുടെ HR ഭാഗത്തുനിന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്താത്തത് കൊണ്ടാണ് അത്രയും വലിയ ഒരു സാമ്പത്തിക ബാധ്യത ആ കമ്പനിക്ക് നേരിടേണ്ടി വന്നത്. ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, എസ്പെഷ്യലി ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്നവർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോ ഡോക്യുമെൻറ്റേഷൻ ഓർ അഗ്രിമെൻറ്റ്. ഒരു പുതിയ പാർട്ട്ണർ എടുക്കുമ്പോൾ നിങ്ങൾ ഡോക്യുമെൻറ്റേഷൻ, ഒരു അഗ്രിമെൻറ്റ് നിങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. 1% കൺട്രോൾ ഫോർ ഫിനാൻസ്. എല്ലാ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾ മാത്രം കൺട്രോൾ ചെയ്യുന്നത് വളരെ അപകടമാണ്. ഇത് നിങ്ങളുടെ കമ്പനിയെ നാശത്തിലെത്തിക്കും. എത്ര വലിയ ട്രസ്റ്റബിൾ പേഴ്സൺ ആണെങ്കിലും ദർ ഈസ് നോബഡി ടു വാച്ച് എന്നുള്ള ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് കമ്പനിയെ നാശത്തിലെത്തിക്കും. അവോയ്ഡിങ് റെഗുലർ ഓഡിറ്റ്സ്. അപ്പോഴും റെഗുലർ ഓഡിറ്റ്സ് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ അലാമിംഗ് ആണ്. റെഗുലർ ഓഡിറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുക. മിക്സിങ് പേഴ്സണൽ ആൻഡ് ബിസിനസ് ഫണ്ട്സ്. പേഴ്സണലായിട്ടുള്ള ബിസിനസ് ഫണ്ടും തമ്മിൽ ഒരിക്കലും മിക്സ് ചെയ്യരുത്. പേഴ്സണലായിട്ടുള്ളൊരു ഫണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ഇടുന്നുണ്ടെങ്കിൽ അതൊരു എക്സ്റ്റേണൽ ലോൺ പോലെ തന്നെ നിങ്ങൾ എൻട്രി ചെയ്തിട്ട് ആ പണം നിങ്ങൾക്ക് ഒരു കിട്ടുന്ന സമയത്ത്, നിങ്ങളുടെ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് കിട്ടുന്ന സമയത്ത് റിട്രീവ് ചെയ്യേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. നോ ആക്സസ് കൺട്രോൾ ഓർ പെർമിഷൻ. ഓൾ സിസ്റ്റം വൾണറബിൾ വൺസ്. എല്ലാ ആക്സസ് കൺട്രോളും ഒരാൾക്ക് തന്നെ കൊടുക്കുന്നത്, എസ്പെഷ്യലി ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സസ് കൺട്രോൾ ഒരാൾക്ക് കൊടുക്കുന്നത് വളരെ അപകടത്തിലാണ്. ഒരു കേസ് സ്റ്റഡി ഞാൻ പറയാം. ഒരു പാർട്ട്ണർ ഒരു മൊത്തം അക്കൗണ്ടും പണം ഊറ്റിക്കൊണ്ടുപോയ ഒരു കേസ് സ്റ്റഡി. പാർട്ട്ണർ അപ്രോച്ച്മെൻറ്റ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫർ. 1ാമത്തെ മാസം നോ ഫോർമൽ അഗ്രിമെൻറ്റോ ഒന്നുമില്ല. രണ്ടാമത്തെ മാസം പാർട്ട്ണർ ഗീവ് ഫുൾ ബാങ്കിങ് ആക്സസ്. ഒരു ചെറിയൊരു പണം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ബാങ്കിങ് ആക്സസ് കൊടുത്തു. ആരൊക്കെയാണ് വെണ്ടർമാർ, അത് ആർക്ക് എത്ര പണത്തിലാണോ കൊടുക്കുന്നത്, ഇത്ര കൊട്ടേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പെൻസും ഇൻകമിങ് പ്രോഫിറ്റും അല്ലെങ്കിൽ റവന്യൂ എല്ലാം അയാൾക്ക് മനസ്സിലായി. അതിനുശേഷം സ്മോൾ ട്രാൻസ്ഫർ, ബിസിനസ് എക്സ്പെൻസസ് അയാൾ തുടങ്ങി. ഒരു 6 മാസത്തിനുള്ളിൽ 2 to 5K പെർ ട്രാൻസാക്ഷൻ, നോട്ട് ക്വസ്റ്റ്യൻ. പതുക്കെ ഈ ട്രാൻസാക്ഷൻ എമൗണ്ട് കൂടി വന്നു. ഇൻവോയ്സുകളെല്ലാം ഫേക്കായിരുന്നു. എസ്പെഷ്യലി സൈലൻറ്റ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് ഒരാൾ നീ ബിസിനസ് ചെയ്യും, ഞാൻ പണം ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. 14.5 lakh മിസ്സിങ് അറ്റ് ദ മന്ത് ഓഫ് 12. പാർട്ട്ണർ അൺറീച്ചബിൾ. അവസാനം 14.5 ലക്ഷം രൂപ തട്ടിയെടുത്ത് പാർട്ട്ണർ ഈ സ്ഥലത്തുനിന്ന് മുങ്ങി. ഓക്കെ, ഇതിൽ നിന്ന് എന്താണ് നമുക്ക് പാഠം പഠിക്കാം? ട്രസ്റ്റ് നീഡ് സ്ട്രക്ചർ, റിട്ടേൺ പാർട്ട്ണർഷിപ്പ് അഗ്രിമെൻറ്റ്, ഡിഫേർഡ് ആക്സസ് കൺട്രോൾ, മന്ത്ലി ഫിനാൻഷ്യൽ റിവ്യൂ, ഡുവൽ ട്രാൻസാക്ഷൻ അപ്രൂവൽ. ഡുവൽ ട്രാൻസാക്ഷൻ, ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ അങ്ങോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പേര് ഓത്തറൈസ് ചെയ്യണം. ഒരാൾ OTP ആണെങ്കിൽ ഒരാൾ ഇനീഷ്യേറ്റ് ചെയ്യണം. ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ഒരു പുതിയ പാർട്ട്ണർ എടുക്കുകയാണെങ്കിൽ അയാളുടെ CV മേടിക്കണം. അയാൾ ചെയ്ത കമ്പനികളിൽ വർക്ക് ചെയ്ത കമ്പനികളിൽ വിളിച്ച് ചോദിക്കണം. അല്ലെങ്കിൽ അത്രയ്ക്കും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ, ബാക്ക്ഗ്രൗണ്ട് വെരിഫൈ ചെയ്യേണ്ട കാര്യമില്ലാത്തൊരാളായിരിക്കണം പാർട്ട്ണർ. ഇൻറ്റേർണൽ സ്കാംസ് ആർ സൈലൻറ്റ്. എപ്പോഴും ഇൻറ്റേർണൽ സ്കാംസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ട്രസ്റ്റ് മസ്റ്റ് ബി ബാക്ക്ഡ് ബൈ എ സിസ്റ്റം. ട്രസ്റ്റ് എപ്പോഴും ഒരു സിസ്റ്റത്തിൻ്റെ ഒരു ബാക്ക് ഉണ്ടാകണം. ഗുഡ് സിസ്റ്റം ഡോണ്ട് സിഗ്നൽ ഡിസ്ട്രക്ട്, ദേ പ്രൊട്ടക്ട് റിലേഷൻഷിപ്പ് ഇറ്റ് സെൽഫ്.
3. ഡോക്യുമെൻറ്റേഷൻ പ്രൊട്ടക്ട്സ് എവ്രി വൺ. എസ്പെഷ്യലി ഒരു പുതിയ പാർട്ട്ണർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഡോക്യുമെൻറ്റേഷൻ, ടേംസ് ആൻഡ് കണ്ടീഷൻ, എന്തൊക്കെയാണ് അയാൾ റെസ്പോൺസിബിലിറ്റി ചെയ്യാൻ പോകുന്നത്, എന്തെല്ലാം അയാൾ റിപ്പോർട്ടുകൾ തരും എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് അതിൽ എഴുതിയിരിക്കണം. കൺട്രോൾ പ്രിവെൻറ്റ്സ് കൺഫ്ലിക്ട്സ്. കൺട്രോൾ എപ്പോഴും കൺഫ്ലിക്ട്സ് പ്രിവെൻറ്റ് ചെയ്യണം. ലെറ്റ്സ് ഇതൊക്കെയാണ് ഇൻറ്റേർണൽ സ്കാംസ് നമ്മൾ ഒരു ബ്രീഫായിട്ട് പറയുന്നത്. ഇൻറ്റേർണൽ സ്കാം ക്യാൻ ബി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ തരം തട്ടിപ്പുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ ഒരുവിധ മാർക്കറ്റിൽ കാണുന്ന തരം തട്ടിപ്പുകളാണ്. വിജിലൻ്റ് ആയിരിക്കുക. എസ്പെഷ്യലി ഇൻറ്റേർണൽ സ്കാംസ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ആ പണം റിക്കവർ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ വിജിലൻ്റ് ആയിരിക്കുക. ഇതുപോലുള്ള ബിസിനസ് വീഡിയോകൾ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നിങ്ങളുടെ ഭർത്താവോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരാരെങ്കിലും ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ബിസിനസ്സിനെ പറ്റി പഠിക്കുക, അതിനുശേഷം ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. താങ്ക് യു. ബൈ.